ബാഹുല്യവുമായ പ്രദേശത്ത് ആരുടെയും പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ഉദ്ദേശത്തോടുകൂടെ സ്വന്തം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഫൈസൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അവനെ അപൂർവമായി കൊലപ്പെടുത്തുകയാണ്. ഫൈസൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്നൊന്നും ഫൈസൽ ചെയ്തിട്ടില്ല. ഫൈസൽ ചെയ്തിട്ടുള്ളത് ഈ രാജ്യം അനുവദിക്കപ്പെടുന്ന സ്വതന്ത്രത്തെ ഉപയോഗപ്പെടുത്തി അവൻ ഇഷ്ടമുള്ള ഒരു മതത്തിലേക്ക് ഫൈസൽ പോയെന്ന കാര്യം മാത്രമേ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഫൈസലിനെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, മാസങ്ങളേറെ കഴിഞ്ഞിട്ടും ഈ ഫൈസലിന്റെ ഘാതകര് താനൂരിന്റെയും തിരൂരിന്റെയും തിരുവങ്ങാടിയുടെയും പരിസര ഭാഗത്ത് എല്ലാ സുഖത്തോടുകൂടെ ജീവിച്ചിട്ട് പോലും ഭരണാധികാരികളുടെ പ്രത്യേകമായ സ്വാധീനം കൊണ്ട് മൈമപാലകന്മാർക്ക് ഫൈസലിന്റെ ഘാതകരെ പിടിച്ചു കെട്ടാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ അത്തരം നിയമപാലകന്മാർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ സമൂഹത്തിനോട് അവർ തുറന്നു പറയേണ്ടതുണ്ട്. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്, ഏത് ഭരണാധികാരികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മൈമപാലകന്മാർ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്ന് വ്യക്തമായ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ രാജ്യത്ത് വർഗീയവാദമുണ്ടാകുമ്പോൾ, തീവ്രവാദമുണ്ടാകുമ്പോൾ, മനുഷ്യനെ കൊല ചെയ്യപ്പെടുമ്പോൾ അത്തരം കക്ഷികളെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത നിർവഹിക്കാനാണ് ഈ രാജ്യത്ത് പോലീസിംഗ് സംവിധാനമുള്ളത്. ഈ രാജ്യത്തെ പോലീസുകാരെ നിയമപാലകന്മാരുള്ളത്. നിയമത്തിന് അന്വേഷിക്കപ്പെടേണ്ട ചുമതലയുള്ള ആളുകളെ അടിക്കടി ആളുകളെ മാറ്റി അവർ ശബരിമലയിലെ ഡ്യൂട്ടിയിലേക്ക് മാറ്റിയിട്ട് ഈ ഫൈസലിനെ കൊന്ന ആളുകളെ സംരക്ഷിക്കപ്പെടാൻ കാണിക്കുന്ന ഈ പാടുപെട്ട പണി നിയമപാലകന്മാർ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ജില്ല, നമ്മുടെ പ്രദേശം വലിയൊരു ഭവിഷ്യത്തിന് നേരിടേണ്ടി വരുമെന്ന ഗൗരവകരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കണം. ഇന്ന് രാവിലെ മുതൽ ഈ കുടുങ്ങി പ്രദേശത്തുള്ള ചമ്മാട് പ്രദേശത്തുള്ള ആയുധ വരുന്ന ജനങ്ങളുടെ വികാരം അറിയിച്ചിട്ട് പോലും ഇതുവരെ അവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ നിയമപാലകന്മാർക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സമയം അത്രയും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിംകൾ അധിവസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ രണ്ടാമത്തെ ജില്ലയായ മലപ്പുറം ജില്ലയുടെ മണ്ണിൽ വർഗീയതയുടെ വിഷയം വിളമ്പാൻ ഒരു ദുശക്തിയെയും ഞങ്ങൾ അനുവദിക്കപ്പെടുകയില്ല എന്ന് വളരെ വിനീതമായി താഴ്മയോടുകൂടെ രാജ്യത്തിന് സ്നേഹിക്കുന്ന പൗരന്മാരെന്ന ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. SJSF സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടി ആര് നടത്തുന്ന പോരാട്ടം അവരോട് കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പാവപ്പെട്ട സഹോദരൻ